ഹായ് ഹലോ എല്ലാവർക്കും എജ്യൂപാത്തിന്റെ മാത്സിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മളിപ്പോ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതായത് അംശബന്ധവും അനുപാതവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. കാര്യം ശരി, നമ്മൾ കൊച്ചു ക്ലാസ്സിൽ തൊട്ട് അത്യാവശ്യം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. ഈസ്റ്റ് സൈനൊക്കെ ഇടുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കുന്നതാണ് അല്ലെ. അതായത് ഒരുപോലുള്ള രണ്ട് ക്വാണ്ടിറ്റികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഈ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്നൊക്കെ പറയാം. അവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യം തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചേടാ. ഒന്നാമത്തത്, ദ റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഉണ്ട്, ബി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു നമ്പർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അവര് തമ്മിലുള്ള റേഷ്യോനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എ ഈസ് ടു ബി എന്ന് പറയാൻ പറ്റും. ദ റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എ ഈസ് ടു ബി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ എ ഈസ് ടു ബിയുടെ ഭിന്നസംഖ്യാരൂപം അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ആ എ ബൈ ബി ആയിരിക്കും. എ ഈസ് ടു ബിയുടെ ഫ്രാക്ഷൻ ഫോം അല്ലെങ്കിൽ ഭിന്നസംഖ്യാരൂപം എന്താന്ന് ചോദിച്ചാൽ അത് എ ബൈ ബി ആയിരിക്കും. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബിനെ എങ്ങനെ പറയാം? എ ഈസ് ടു ബി എന്ന് പറയാം. അടുത്ത പോയിന്റ് നോക്കിയേ. ഇൻ ദി റേഷ്യോ എ ഈസ് ടു ബി, A is called the first term or antecedent and B is called the second term or consequent. ഇതൊന്നും നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ചോദിക്കൊന്നുമില്ല. ഇതിന് എന്ത് വിളിക്കും, ഇതിന് എന്ത് വിളിക്കും എന്ന് ചോദിക്കൂല. എന്താ പറയാ, ഒരു ബേസ് പഠിക്കുന്നതല്ലേ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ A is to B എന്ന് എഴുതിയാൽ A എന്ന് പറയുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ടേമും B എന്ന് പറയുന്ന സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാമത്തെ ടേമുമാണ്. ഈ ഫസ്റ്റ് ടേമിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആന്റിസീഡന്റ് എന്ന് വിളിക്കും. സെക്കൻഡ് ടേമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോൺസിക്വന്റ്. ഓക്കെ, ഇതിന്റെ മലയാളം ഞാൻ ഒരുപാട് നോക്കിയിരുന്നു. അതിൽ പൂർവ്വപദം കോൺസിക്വന്റിന് വ്യക്തമായ ഒരു ടേം എങ്ങും കിട്ടിയിട്ടില്ല. അപ്പൊ അത് നമുക്ക് ചോദിക്കാനും പോണില്ല. എ ടു ബീനെ എ എന്ത് വിളിക്കും, ബീനെ എന്ത് വിളിക്കും എന്ന് ചോദിക്കൂല. ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. എടാ, അടുത്ത പോയിന്റ് നോക്കിയേ. ദ ഇക്വാലിറ്റി ഓഫ് ടു റേഷ്യോ ഈസ് കോൾഡ് പ്രപ്പോർഷൻ. രണ്ട് അംശബന്ധങ്ങൾ അല്ലെങ്കിൽ രണ്ട് റേഷ്യോയുടെ ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യതയെ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം എന്ന് വിളിക്കും. എന്താണ്? പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം എന്ന് വിളിക്കും. എ ഈസ് ടു ബിയും സി ഈസ് ടു ഡി രണ്ട് റേഷ്യോകളാന്ന് വിചാരിക്കാം. എ ഈസ് ടു ബി എന്നുള്ളത് സി ഈസ് ടു ഡിക്ക് തുല്യമാണെങ്കിൽ, എ ഈസ് ടു ബി എന്നുള്ളത് സി ഈസ് ടു ഡിക്ക് തുല്യമാണെങ്കിൽ ആ രണ്ട് റേഷ്യോസും പ്രപ്പോർഷനിലാണ് അല്ലെങ്കിൽ അനുപാതത്തിലാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? നോക്കിക്കോ, അത് അടുത്തൊരു പോയിന്റ് ആണ്. ഇഫ് A is to B is equal to C is to D. അതായത് A is to B യും C is to D യും തുല്യമാണ് അല്ലെങ്കിൽ അവ പ്രപ്പോർഷനിൽ ആണെങ്കിൽ AD is equal to BC ആയിരിക്കും. AD is equal to BC, അതായത് എക്സ്ട്രീം എന്നൊക്കെയാ പറയാം. അതായത് അറ്റത്തുള്ള രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ്, ഏറ്റവും അറ്റത്തുള്ള രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ് നടുക്കുള്ള രണ്ട് ടേമുകളുടെ ഗുണനഫലത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞേക്കണേ. എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും തുല്യമാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ബി സിക്ക് തുല്യമായിരിക്കും. എ ഇൻടു ഡി എന്ന് പറയുന്നത് ബി ഇൻടു സിക്ക് തുല്യമായിരിക്കും. അടുത്ത നോക്കിയേ. ഇഫ് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി, ശ്രദ്ധിക്കുക, എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും തുല്യമാണെങ്കിൽ ഈ ഡിനെ വിളിക്കുന്ന പേരാണ് ഫോർത്ത് പ്രപ്പോർഷണൽ അല്ലെങ്കിൽ നാലാം അനുപാതം എന്ന് വിളിക്കും. ഫോർത്ത് പ്രപ്പോർഷൻ അല്ലെങ്കിൽ നാലാം അനുപാതം എന്ന് വിളിക്കും. എങ്ങനെയാണ്? എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിക്ക് തുല്യമാണെങ്കിൽ ആ ഡിനെ വിളിക്കുന്ന പേരാണ് ഫോർത്ത് പ്രപ്പോർഷൻ അല്ലെങ്കിൽ നാലാം അനുപാതം എന്ന് വിളിക്കും. നമുക്കത് പഠിക്കാനുണ്ട്. നാലാം അനുപാതം എത്ര, മൂന്നാം അനുപാതം എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ അടുത്ത് നോക്കിയേ. മീൻ പ്രപ്പോർഷണൽ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും മീൻ പ്രപ്പോർഷണൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് റൂട്ട് ഓഫ് എ ബി. റൂട്ട് ഓഫ് എ ബി. ഇപ്പൊ 3 and 4ന്റെ മീൻ പ്രപ്പോർഷണൽ എത്രയാണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് 3 into 4 ആയിരിക്കും. ഓക്കെ അല്ലേ? മീൻ പ്രപ്പോർഷണൽ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് എ ബി ആയിരിക്കും. അടുത്തത്, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി. ഈ ടോപ്പിക്കിൽ വേണ്ട അത്യാവശ്യം നമുക്ക് വേണ്ട ചില ഇക്വേഷൻസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടു ബോധം കിടണ്ട. ഇതെല്ലാം കൂടി എങ്ങനെ കുഴപ്പമില്ല, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഇൻട്രഡക്ഷൻ വേണ്ടി മാത്രമാണ് അറിഞ്ഞിരിക്കുക. എടാ, എയുടെയും ബിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ ആയിരിക്കും. എയുടെയും ബിയുടെയും
ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അത് A²:B² ആയിരിക്കും. എടാ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2:4 അല്ലെങ്കിൽ 1:2 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ 2:4 എന്ന് പറഞ്ഞിട്ട് ഒരു അംശബന്ധം തരണേന് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ 2²:4² ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? 2²:4², അപ്പൊ 4:16 എന്നുള്ളതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് നമ്മുടെ കൺസെപ്റ്റിൽ പഠിച്ചേക്കുന്ന കാര്യം റേഷ്യോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുക എന്ന് പറയും അല്ലെ. രണ്ട് സംഖ്യകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ചെറുതായ രൂപത്തിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനെ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത് റേഷ്യോ എന്ന് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഇപ്പോ 2:4 ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുത്തപ്പോൾ 2² 4², അതായത് 4:16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്നും നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാൻ പാടില്ല. ചെറുതാക്കി കൊണ്ടുവന്നാൽ നമ്മുടെ കോൺസെപ്റ്റ് തെറ്റും. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എടുത്ത യഥാർത്ഥ റേഷ്യോ അല്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഒക്കെ എടുക്കുമ്പോൾ സ്ക്വയർ ഒക്കെ തന്നെ അതുപോലെ തന്നെ വെക്കുക, അതിന് വെട്ടി ചെറുതാക്കി കൊണ്ടുവരാൻ പാടില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു റേഷ്യോ ഉണ്ട് എന്ന് വിചാരിക്കുക A:B. ആ A:B ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ A²:B² ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് എടാ A:B സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. മലയാളത്തിലും അങ്ങനെ തന്നെയൊക്കെയാ പറയാട്ടോ. A:B സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ A²:B² ആണെങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ √A:√B ആയിരിക്കും. എന്താണ്? √A:√B ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ട്രിപ്ലിക്കേറ്റ് റേഷ്യോ. ഡ്യൂപ്ലിക്കേറ്റ് ആയപ്പോ സ്ക്വയർ എടുത്തെങ്കിൽ ട്രിപ്ലിക്കേറ്റ് ആകുമ്പോൾ നമ്മൾ എന്തെടുക്കും? ആ ക്യൂബ് എടുക്കും. എടാ A:B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? A⁵B³ ആണ്. A⁵B³ ആയിരിക്കും. A:B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിക്കണമെങ്കിൽ എന്താണ്? A⁵B³ ആയിരിക്കും. അതുപോലെ തന്നെ പറയാം, ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ A²:B² ആണെങ്കിൽ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് √A:√B. അതുപോലെ തന്നെ A⁵B² ആണ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എങ്കിൽ A:B സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ ⁵√A:⁵ ആയിരിക്കും. എന്താണ്? ⁵√A:⁵ ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ A:B തമ്മിലുള്ള റേഷ്യോ 7:5 തരണേന്ന് വിചാരിക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. A:B എന്ന് പറഞ്ഞ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത് 7:5 ആണെന്ന് തന്നാൽ അതിന്റെ അർത്ഥം എയുടെ വാല്യൂ 7 എന്നോ ബിയുടെ വാല്യൂ 5 എന്നോ അല്ല. അല്ലേ? ഓർക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, എയുടെ വാല്യൂ 7 എന്നും ബിയുടെ വാല്യൂ 5 എന്നൊക്കെ എടുക്കും. എടാ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ യഥാർത്ഥ വാല്യൂകളെ ഏറ്റവും അധികം ചുരുക്കി ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ റേഷ്യോ എന്ന് പറയാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്ന 10 സെന്റിമീറ്ററും അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്ററുമാണ്. ഒരു ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ നീളം ഈസ് ടു വീതി, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10:5. അതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? 2:1 എന്ന് എഴുതാൻ പറ്റും അല്ലെ? 2:1 എന്ന് എഴുതാൻ പറ്റും. അതിന്റെ അർത്ഥം ഒരു ലെങ്തും ബ്രെഡ്ത്തും, ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് 2:1 തന്നാൽ ലെങ്ത് 2 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ ആണോ? അല്ല. ലെങ്ത് മേ ബി 10 ആവാം, ബ്രെഡ്ത്ത് മേ ബി 5 ആവാം അല്ലെ? 5 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 2 5 10, 1 5 5 കിട്ടും. ഇനി 6 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 12ഉം 6ഉം കിട്ടും. അത് വാല്യൂസിന് മാറ്റം വരാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എപ്പോഴും ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ വെച്ചേക്കുക. റേഷ്യോ എന്ന് പറയുന്ന ഒരിക്കലും യഥാർത്ഥ വാല്യൂ അല്ല എന്നൊരു ടേം എന്ത് ചെയ്യുക? മൈൻഡിൽ വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ബേസ് വേണ്ടത്. അല്ല അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു പോയിന്റ് ആണ് ആദ്യം ഇമ്പോർട്ടന്റ്. A:B C:D ആണെങ്കിൽ AD BC ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ മീൻ പ്രപ്പോർഷണൽ കാണാൻ √A:B മീൻ പ്രപ്പോർഷണൽ എന്താണെന്ന് ചോദിച്ചാൽ √AB ആയിരിക്കും. ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിച്ചാൽ സ്ക്വയർ എടുക്കുക. സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ചോദിക്കണമെങ്കിൽ ആ സ്ക്വയർ റൂട്ട് എടുക്കുക.
അതുപോലെ A/B ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എടുത്താൽ ക്യൂബ് എടുക്കുക, സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ആണെങ്കിൽ ക്യൂബിക് റൂട്ട് എടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിയോ, A/B is equal to 3:4, B/C is equal to 7:9, C/D is equal to 12:5. അങ്ങനെയാണെങ്കിൽ A/E എത്ര എന്നാണ് ചോദിച്ചേക്കണം. എന്താണ്? A/Bയുടെ വാല്യൂ 3:4 തന്നിട്ടുണ്ട്, B/Cയുടെ വാല്യൂ 7:9 തന്നിട്ടുണ്ട്, C/D ഞാൻ മേലെ എഴുതിയിട്ടുണ്ട്, ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആണ്. C/Dയുടെ വാല്യൂ 12:5 എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A/E എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കണം. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി ഇപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യം ആ ക്വസ്റ്റ്യൻ നോക്കി. A/B എന്ന് പറയുന്നത് 3:4 ആണ്. അതുപോലെ തന്നെ B/C എന്ന് പറയുന്നത് 7:9 ആണ്. അതുപോലെ C/D എന്ന് പറയുന്നത് എത്രയാണ്? ആ 12:5 ആണ്. അങ്ങനെയാണെങ്കിൽ A/E എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കണേ. A/E എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കണേ. A/E എത്ര എന്നുള്ളതാണ് ചോദിച്ചേക്കണത്. ഇവിടെ ഇതിന്റെ ഇടക്ക് ഒരു ടേം കൂടെ ഉണ്ട് കേട്ടോ, D/E വാല്യൂ കൂടെ ഉണ്ട്. D/E എന്ന് പറയുന്നത് A/B is equal to 3:4. ക്വസ്റ്റ്യനിലേക്ക് നോക്കണേ, താഴെ എഴുതിയിട്ടുണ്ട്. B/C is equal to 7:9, C/D is equal to 5:7, D/E is equal to 12:5. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. A/E എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A/E എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മളൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഏതാണ്? നമുക്കറിയാം A/B എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാം? ആ A/B എന്ന് എഴുതാം അല്ലെ. A/B എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? A/B എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ A/B എന്നുള്ളത് 3:4 എന്നല്ലേ? ഈ 3:4 എന്നുള്ള സാധനം ഞാൻ എങ്ങനെ എഴുതാം? A/B is equal to 3/4 എന്ന് എഴുതാം. A/B is equal to 3/4 എന്ന് എഴുതാം. അതുപോലെ B/C എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? B/C എന്നുള്ളതിനെ 7/9 എന്ന് എഴുതാം അല്ലെ. 7/9. അതുപോലെ C/Dനെ C/D എന്നുള്ളത് എങ്ങനെ എഴുതാം? C/D is equal to എങ്ങനെ എഴുതാം? ആ C/D 5/7 എന്ന് എഴുതാം. 5/7 എന്ന് എഴുതാം. അതുപോലെ D/E എന്നുള്ളതിനെ 12/5 എന്ന് എഴുതാം. അത്രയും കാര്യം സെറ്റ് ആണോ? അപ്പൊ A/B A/B. അപ്പൊ A/B 3:4 എന്നുള്ളത് 3/4 ആവും. അതുപോലെ B/C 7/9 ആവും. C/D 5/7 ആവും. D/E 12/5 ആവും. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? വളരെ ഈസിയാണ്. ഇത് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. എടാ ഇവന്മാരെ രണ്ട് പരസ്പരം ഗുണിക്കാം. ഇവന്മാരെ പരസ്പരം ഗുണിക്കുമ്പോ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. A/B into B/C into C/D into D/E. എങ്ങനെയാണ്? A/B into B/C into C/D into D/E. ഈ ബിയും ക്യാൻസൽ ആയി പോവല്ലോ. അതുപോലെ സിയും ക്യാൻസൽ ആയി പോവല്ലോ. ഡിയും ക്യാൻസൽ ആയി പോവല്ലോ. ഫൈനലി എ മേളിലും ഈ താഴെയും കിട്ടും. അതായത് A/E. അതായത് എന്ത് കിട്ടും? A/E എന്താണെന്ന് കിട്ടും. കിട്ടൂലേ? A/E കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ അതേ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്താൽ, അതേ കോൺസെപ്റ്റ് ഇവിടെയും യൂസ് ചെയ്താൽ എങ്ങനെ എഴുതാൻ നോക്കി? A/Bക്ക് പകരം 3/4 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? B/Cക്ക് പകരം എന്ത് എഴുതാം? 7/9 എന്നുള്ളത് എഴുതാം. 7/9 into C/Dക്ക് പകരം 5/7 എന്ന് എഴുതാം. C/Dക്ക് പകരം എന്ത് എഴുതാം? 5/7 എന്ന് എഴുതാം. അതുപോലെ D/Eക്ക് പകരം 12/5 എന്നുള്ളത് എഴുതാം. 12/5 എന്നുള്ളത് എഴുതാം. സെറ്റ് അല്ലേ? നോക്കിക്കോളാം. ഈ ഒരു 7ഉം ക്യാൻസൽ ആയി പോയി. ഈ ഒരു 5ഉം ക്യാൻസൽ ആയി പോയി. മേലെ ഒരു 3 ഉണ്ട്, താഴെ ഒരു 9 ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ താഴെ ഒരു 3 പേര്. അപ്പൊ ഇനി മേലെ ഒരു 12, താഴെ ഒരു 4×3. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 3ഉം 12ഉം കൂടെ വെട്ടിയാൽ മേലേക്ക് ഒരു 4 പേര്. അപ്പൊ 4/4 എന്ന് വരും. 4/4 എന്നുള്ളതിനെ 4:4 അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആ 1:1 എന്ന് എഴുതാൻ പറ്റും. എന്താണ്?
1:1. അങ്ങനെയാണെങ്കിൽ ഇവിടെ A:E വാല്യൂ എത്ര ആയിരിക്കും? 1:1 ആയിരിക്കും. 1:1 ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മുടെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന റേഷ്യോനെ എന്തിലേക്ക് മാറ്റുക? ഫ്രാക്ഷനിലേക്ക് മാറ്റി മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ എന്ത് കിട്ടിക്കോളും? ആ കറസ്പോണ്ടിങ് ആയിട്ട് ചോദിക്കുന്ന ആളെ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സ്ഥിരം ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ കാണുമ്പോൾ തന്നെ പൊതുവെ റേഷ്യോ പ്രൊപ്പോർഷൻ എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത ഒരു ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഒരു സാധനമായിരിക്കും. ഈ പറഞ്ഞ റുപ്പീസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. നോക്കിയും ഒരു പേഴ്സിന് 1 രൂപ നാണയങ്ങളുണ്ട്, 50 പൈസയുടെ നാണയങ്ങളുണ്ട്, 25 പൈസയുടെ നാണയങ്ങളുണ്ട്. അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ 7:8:9 ആണ്. 7:8:9 ആണ് തന്നിട്ടുണ്ട്. അത് 1 രൂപ നാണയങ്ങളുടെ എണ്ണത്തിന്റെ റേഷ്യോ 7ഉം 50 പൈസ നാണയങ്ങളുടെ എണ്ണത്തിന്റെ റേഷ്യോ 8ഉം അതുപോലെ തന്നെ 25 പൈസ നാണയങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 9ഉമാണ്. ആ പേഴ്സിൽ ആകെ ഇതെല്ലാം കൂടെ കൗണ്ട് ചെയ്തപ്പോ ആകെ ഉള്ളത് എത്ര രൂപയുടെ? 159 രൂപയാണ്. 9 രൂപയാണ്. 159 രൂപയാണ് ആകെയുള്ള എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര 50 പൈസ കോയിനുകൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? ഒരു പേഴ്സില് 1 രൂപ നാണയങ്ങളുണ്ട്, 50 പൈസ നാണയങ്ങളുണ്ട്, 25 പൈസ നാണയങ്ങളുണ്ട്. ആ നാണയങ്ങളുടെ എണ്ണത്തിന്റെ റേഷ്യോ നോക്കിയേ. അപ്പൊ 1 രൂപ നാണയങ്ങള്, അതുപോലെ 50 പൈസ നാണയം, അതുപോലെ പിന്നെ എന്താണ് പറഞ്ഞേക്കണ ആ 25 പൈസ നാണയങ്ങളുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:8:9 ആണ്. ഓക്കെ അല്ലേ? ഇനിയെങ്കിൽ പറഞ്ഞ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കണ? ബാഗിന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സിന്റെ അകത്ത് ആകെ 159 രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആകെ 159 രൂപയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ നമുക്ക് പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേ. 1 രൂപ നാണയങ്ങളുടെ റേഷ്യോ 7 ആണെങ്കിൽ, 1 രൂപ നാണയങ്ങളുടെ റേഷ്യോ എണ്ണത്തിന്റെ റേഷ്യോ 7 ആണെങ്കിൽ അവിടുത്തെ വാല്യൂ നമുക്കൊന്ന് പറഞ്ഞൂടെ? ടോട്ടൽ വാല്യൂ പറയുമ്പോ 1 രൂപ നാണയങ്ങളുടെ എണ്ണം 7 ആണെങ്കിൽ 1:7. ക്ലിയർ ആവുന്നുണ്ടോ? 1:7 പ്ലസ് അടുത്ത ഒന്ന് നോക്കിയാ 50 പൈസ നാണയങ്ങളുടെ കറസ്പോണ്ടിങ് റേഷ്യോ 8 ആണ്. 50 പൈസ നാണയങ്ങളുടെ എണ്ണത്തിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ 8 ആണെങ്കിൽ 50 പൈസ എത്രത്തോളം ഉണ്ട്? അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 50 പൈസ ഇൻറ്റു 8. 50 പൈസ ഇൻറ്റു 8. ക്ലിയർ ആവുന്നുണ്ടോ? പ്ലസ് 25 പൈസ നാണയങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 9 ആണ്. 25 പൈസ നാണയങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ അതിന്റെ വാല്യൂ കാണാൻ 25 ഇൻറ്റു 9. 25 ഇൻറ്റു 9. ക്ലിയർ ആവുന്നുണ്ടോ? 1 രൂപ നാണയങ്ങളുടെ റേഷ്യോ എണ്ണത്തിന്റെ റേഷ്യോ 7 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1:7 പ്ലസ് അടുത്ത എന്താണ്? 50 പൈസ നാണയങ്ങളുടെ റേഷ്യോ എണ്ണത്തിന്റെ റേഷ്യോ 8 ആണെങ്കിൽ വാല്യൂ 50:8 പ്ലസ് 25 പൈസ നാണയങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 9 ആണെങ്കിൽ 25:9 ആയിരിക്കും. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ 1:7 7 രൂപ പ്ലസ് അടുത്തത് 50:8. 50:8 എന്ന് പറയുമ്പോൾ 400. അത് പൈസയാണെന്ന് ഓർക്കുക. കാരണം 50 പൈസയുടെ കണക്കാണ് പറഞ്ഞേക്കണേ. അതുപോലെ ബാക്കി 25:9 നോക്കുകയാണെങ്കിൽ 9 45 ഇഷ്ടം 4 20 14 22 225 പൈസ എന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? 225 പൈസ എന്നുള്ളത് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇത്രയും കാര്യം സെറ്റ് ആയല്ലോ. ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ബേസിക് കാര്യമുണ്ട്. എത്ര പൈസയാണ് 1 രൂപ എന്ന് പറയാം? എത്ര പൈസയാണ്? 100 പൈസ ചേരുമ്പോഴാണ് 1 രൂപയാവുക. അങ്ങനെയാണെങ്കിൽ പൈസയെ കൂടെ രൂപയിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ആ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 7 രൂപയ്ക്ക് മാറ്റമൊന്നും അത് റുപ്പീസിൽ തന്നെ ആയിരുന്നു. 400 പൈസയെ റുപ്പീസിലേക്ക് മാറ്റിയാൽ 400/100 4 രൂപ പ്ലസ് അടുത്തത് 225 പൈസയെ റുപ്പീസിലേക്ക് മാറ്റിയാൽ 225/100 2.25 രൂപ. അപ്പൊ എല്ലാം കൂടെ കൂട്ടിയാൽ 7 4 11 2 13.25 രൂപ എന്നായി. എത്രയാണ്? 13.25 രൂപ. 13.25 രൂപ എന്നുള്ളതായി ടോട്ടല്.
അല്ലെ? ഇനി പറ, ആ പേഴ്സിൽ മൊത്തത്തിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 159 രൂപ ഉണ്ടായിരുന്നു. 189 രൂപ നമ്മളിവിടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? എണ്ണം വെച്ചിട്ടുള്ള വാല്യൂ എത്രയാ? 13.25 അല്ലെ? 13.25 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര 50 പൈസ കോയിനുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 13.25 മേലെ ആരെഴുതുക? 50 പൈസയുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ ആയിട്ടുള്ള 8 കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? എടാ പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? ആ പേഴ്സിൽ മൊത്തത്തിൽ 159 രൂപ ഉണ്ടായിരുന്നു. നമ്മൾ ഈ എണ്ണവും അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപയും എണ്ണത്തിന്റെ റേഷ്യോയുമായിട്ടുള്ള വാല്യൂ നീ കണ്ടുപിടിച്ച് വെച്ചേക്കണം. ആ റേഷ്യോയുമായിട്ടുള്ള വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ 13.25 രൂപ എന്ന രീതിയിൽ കിട്ടിയേക്കണേ അല്ലെ? ടോട്ടൽ ആ പേഴ്സിൽ 189 രൂപ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എത്ര 50 പൈസ നാണയങ്ങൾ ഉണ്ടെന്ന് കാണാൻ 189 ഇൻറ്റു ഇവിടുന്ന് കിട്ടിയ ടോട്ടൽ 13.25 ആണല്ലോ. എണ്ണവുമായിട്ട് മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ. 13.25 മേലെ എത്ര എഴുതുക? 50 പൈസ ആയതുകൊണ്ട് 8 എഴുതുക. ഇനിയിപ്പോ 1 രൂപ നാണയമാണെങ്കിൽ 189 ഇൻറ്റു 7/13.25 എന്ന് പറഞ്ഞേരെ 25 പൈസയാണ് ചോദിക്കണമെങ്കിൽ 189 ഇൻറ്റു 9/13.25 എന്നതാ വന്നേനെ. സെറ്റ് അല്ലേ? ഇതിപ്പോ ചെയ്യണമെങ്കിൽ നോക്കിയോ എത്ര കിട്ടുക? 159 ഇൻറ്റു മേലെ 8 ഉണ്ട്. ഈ 13.25 മാറ്റുവാണെങ്കിൽ 1325/100 എഴുതിക്കൂടെ? ആ 100 കൂടെ മേലെ വന്നാൽ 159 ഇൻറ്റു 8 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 1325 എന്ന് വരും. എത്രയാണ്? 1325. ഇത് നിങ്ങൾ സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ ആൻസർ ഓൾമോസ്റ്റ് എത്ര കിട്ടും അറിയോ? 96 എന്ന് കിട്ടും കേട്ടോ. 96 എന്ന് കിട്ടും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ എ 96 എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ എ 96 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന രൂപയുടെ എണ്ണത്തിന്റെ റേഷ്യോ എടുക്കണേ. 1 രൂപ ഈസ്റ്റു 50 പൈസ ഈസ്റ്റു 25 പൈസ എന്ന് പറയുന്നത് 7:8:9. ആ റേഷ്യോ വെച്ചിട്ടുള്ള വാല്യൂ ആണ് ടോട്ടൽ എന്ന് എഴുതിയേക്കുന്നത്. 1 രൂപ 7 ആണ് റേഷ്യോ. സോ കറസ്പോണ്ടിങ് വാല്യൂ 7 രൂപ. 50 പൈസയുടെ റേഷ്യോ എന്ന് പറയുന്നത് 8 ആണ്. സോ 50 ഇൻറ്റു 8 400 പൈസ. അതുപോലെ 25 പൈസയുടെ കറസ്പോണ്ടിങ് റേഷ്യോ 9 ആണ്. സോ 25 ഇൻറ്റു 9 225 പൈസ. സെറ്റ് ആണോ? പിന്നെ നമ്മൾ പൈസകളുടെ കൂടെ എന്തിലേക്ക് മാറ്റി? രൂപയിലേക്ക് മാറ്റി. നമ്മൾ രൂപയുടെ പൈസയിലേക്ക് മാറ്റാത്ത കാര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ 159 പൈസ എന്നല്ല 159 രൂപയിലാണ്. അപ്പൊ നമ്മ ഈ പറഞ്ഞ 7 രൂപയെ മാറ്റേണ്ട കാര്യമില്ല. അത് ഓൾറെഡി 7ലാണ് കിടക്കണം. രൂപയിൽ തന്നെയാണ് കിടക്കണം. ഈ 400 പൈസയെ കൂടെ എന്തിലേക്ക് മാറ്റി? രൂപയിലേക്ക് മാറ്റി. നമുക്കറിയാം 100 പൈസ എന്ന് പറയുന്നതാണ് 1 രൂപ. അങ്ങനെയാണെങ്കിൽ 400 പൈസയെ രൂപയിലേക്ക് മാറ്റാൻ 400/100 4 രൂപ എന്ന് കിട്ടി. അതുപോലെ 225 പൈസയെ രൂപയിലേക്ക് മാറ്റാൻ 225/100 2.25 രൂപ. അപ്പൊ അവിടുന്ന് ടോട്ടൽ എത്ര കിട്ടി? 7 4 11 2 13.25 എന്ന് കിട്ടി. സെറ്റ് അല്ലേ? ഇനി ഈ വാല്യൂ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? 50 പൈസയുടെ എണ്ണം കണ്ടുപിടിക്കാൻ. ആ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് 189 ഇൻറ്റു 50 പൈസയുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ 8 ആണ്. സോ 8 താഴെ എഴുതേണ്ടത് ഈ കിട്ടിയ വാല്യൂ ആയിട്ട് എന്താണ്? 13.25. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ അവർ ചോദിച്ച 25 പൈസ ആയിരുന്നെങ്കിലോ 189 ഇൻറ്റു 9/13.25 എന്ന് വന്നേനെ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനൊരു നോർമൽ മെത്തേഡിൽ എക്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം കുറെ ഉണ്ട്. അപ്പൊ പലരും പഠിക്കുമ്പോൾ ഈ നോർമൽ മെത്തേഡും ഇതും പഠിക്കും. അങ്ങനെയാണ് പലപ്പോഴും ഈ ഒരു ടോപ്പിക്ക് പൊതുവെ റേഷ്യോ പ്രൊപ്പോർഷൻ പറഞ്ഞ എല്ലാവരും ഒരു മെനക്കെട്ട പ്രോബ്ലം എന്ന് പറയുന്ന ഈ സാറ് വിളിക്കും. കാരണം ഇത് സംഭവം സിമ്പിൾ ആണെങ്കിലും നമ്മൾ ഈ 2 മെത്തേഡ് കൂടെ കൂട്ടി കുറച്ച് വരുമ്പോഴാണ് ഇതൊരു പാടായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ്. പേഴ്സൺ ഇത്ര രൂപയുടെ നാണയം 25 പൈസ ഇത്ര ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കുക. ഇതുപോലെ ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. ഒരു ബാഗിൽ 25 പൈസ 10 പൈസ 5 പൈസ എന്നീ നാണയങ്ങൾ 1:2:3 എന്ന അനുപാതത്തിലുണ്ട്. ആ ബാഗിൽ ആകെ 30 രൂപ നോട്ടുകൾ അല്ലെങ്കിൽ ആകെ 30 രൂപ ഉണ്ടെങ്കിൽ അതിൽ 5 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൗ മെനി 5 പൈസ പൈസ കേട്ടോ. ഹൗ മെനി 5 പൈസ കോയിൻസ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കൂ. അപ്പൊ ആദ്യം 25 പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞേക്കണേ. 25 പൈസ ഈസ്റ്റു പിന്നെ എത്രയുടെ
ആ 10 പൈസ ഈസ് ടു 5 പൈസ എന്ന് പറയുന്നതിന്റെ റേഷ്യോ എത്രയെന്ന് തന്നേക്കണേ നോക്കിയോ. ആ 1 ഈസ് ടു 2 ഈസ് ടു 3 എന്ന് തന്നേക്കണേ അല്ലെ. 25 പൈസ ഈസ് ടു 10 പൈസ ഈസ് ടു 5 പൈസ എന്ന് പറഞ്ഞ റേഷ്യോ എത്രയാണ്? 1 ഈസ് ടു 2 ഈസ് ടു 3. നേരത്തെ ചെയ്ത പോലെ ആദ്യം ടോട്ടൽ സെറ്റ് ചെയ്യുക. പറഞ്ഞ എങ്ങനെ ടോട്ടൽ ഈസ് ഈക്വൽ ടു എങ്ങനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ആ രൂപ ഇൻറ്റു കറസ്പോണ്ടിങ് റേഷ്യോ. അപ്പോ 25 ഇൻറ്റു 1, 25 പൈസയുടെ കറസ്പോണ്ടിങ് എണ്ണത്തിന്റെ റേഷ്യോ 1 ആണ്. പ്ലസ് അടുത്ത എത്രയാണ്? 10 പൈസ ഇൻറ്റു 2, 10 ഇൻറ്റു 2 പ്ലസ് 5 പൈസയുടെ എത്ര? 3 ആണ്. സോ 5 ഇൻറ്റു 3. ഓക്കെ അല്ലേ? ഇത് ചെയ്തെടുക്കുമ്പോ എത്ര കിട്ടും? 25 പ്ലസ് 20 പ്ലസ് 15. 25ഉം 20ഉം 45, 45ഉം 5ഉം 50, 50ഉം 10ഉം 60. നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ കിട്ടിയ 60 എന്തിനാണ്? പൈസയിലാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ രൂപ ഉണ്ടായിരുന്നു, ആ രൂപയിലേക്ക് നമ്മൾ കൺവേർട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെയും തന്നിരിക്കുന്ന ടോട്ടൽ റുപ്പീസ് 30 എന്നാണ്. പൈസ 30 എന്നാണോ? എടാ പൈസ 30 ആണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കായിരുന്നു. പക്ഷെ രൂപയിലാണ് തന്നേക്കണേ. അതിന്റെ അർത്ഥം ഈ പറയുന്ന 60 പൈസയെ കൂടെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 60 പൈസയെ കൂടെ രൂപയിലേക്ക് മാറ്റണമെങ്കിൽ എത്ര കിട്ടും? 60/100. അതായത് ഒരു 0 വെട്ടിയാൽ 0.6 റുപ്പീസ് എന്ന് കിട്ടി. എത്രയാണ്? 0.6 റുപ്പീസ് എന്ന് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? എത്ര രൂപ നാണയങ്ങളെ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് 5 പൈസ അല്ലെ? എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കേണ്ട കാര്യം, ടോട്ടൽ ആ ബാഗില് 30 രൂപയുണ്ട്. ടോട്ടല് 30 ഇൻറ്റു താഴെ ആരെ എഴുതണം? ഈ കിട്ടിയ വാല്യൂ 0.6 മേലെ. ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ട 5 അല്ലേ? 5ഉമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോ എത്രയാണ്? 3. 30 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 0.6 കാണുമ്പോഴായിരിക്കും അവിടുത്തെ 5 പൈസ നാണയങ്ങളുടെ എണ്ണം കിട്ടുക. അപ്പൊ എന്ത് കിട്ടുക? 30 ഇൻറ്റു 3 ഇൻറ്റു താഴെ ഒരു പോയിന്റ് ആണ്. 6/10 എഴുതി കൂടെ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ 10 നേരെ മേലേക്ക് പോകുമല്ലോ. പോയിന്റ് ആണ് എന്നുള്ളത് 6/10 ആണ്. അപ്പൊ ഇവിടെ വന്നേക്കണ ഇങ്ങനെയാണ് 30 ഇൻറ്റു 3 ഇൻറ്റു 6/10. ഈ 10 നേരെ ചാടി മേലെ പോയി 3ന്റെ കൂടെ വരും. അപ്പൊ 30 ഇൻറ്റു 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ക്ലിയർ അല്ലേ? 30 ഇൻറ്റു 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 6 5 30 ആണ്. 5 3 15 ആണ്. 15 10 180. അതായത് ആ ബാഗിൽ 180 5 പൈസ കോയിനുകൾ ഉണ്ടായിരുന്നു. ആ 180 5 പൈസ കോയിനുകൾ ഉണ്ടായിരുന്നു. 5 പൈസ 5 രൂപയാണ്. ഇപ്പൊ പലർക്കും കൺഫ്യൂഷൻ. 150 5 രൂപ വരുമ്പോ ആകെ 30 രൂപ ഉണ്ടാവും. എടാ പൈസയും രൂപയും തമ്മിൽ വ്യത്യാസമുണ്ട്. 5 പൈസ ഇപ്പൊ നമ്മൾ കാണാൻ വഴിയില്ല. 25 പൈസ കൂടെ കുറച്ച് മുമ്പുള്ള ജനറേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു 2000 ആ ഒരു ടൈമിലൊക്കെ ജനിച്ചവർക്ക് കാണാൻ വഴിയുണ്ട്. കാരണം അവിടെ വെച്ചിലേക്ക് 25 പൈസ ഉണ്ടായിരിക്കും. 50 പൈസ 25 പൈസ ഇപ്പൊ നിലവിലില്ല. നമുക്ക് 1 രൂപ നോട്ടുകളാണ് പൈസ എന്നുള്ള കണക്ക് നമുക്കില്ല. 25 50 ഇല്ലാത്തത് നിങ്ങൾക്ക് അറിയില്ല. പണ്ട് കാലത്ത് 10 പൈസയും 5 പൈസയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കണക്കാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? പൈസ എന്നുള്ളത് ഇപ്പൊ കൺവേർട്ട് ചെയ്ത് രൂപയിലേക്ക് മാറ്റണം എന്നൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ തന്നെയാണ്. അല്ല പോയിക്കോ. The sum of two numbers is 44 and they are in the ratio 5:6. Find the numbers. എടാ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 44 ആണ്. അവരുടെ അംശബന്ധം ആ 2 സംഖ്യകളുടെയും റേഷ്യോ 5:6 ആയാൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കാം. എന്താ പറഞ്ഞെങ്കിൽ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 44 ആണ്. അവയുടെ അംശബന്ധം എന്ന് പറയുന്നത് 5:6 ആണെങ്കിൽ സംഖ്യകൾ ഏതെല്ലാം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. 5:6 എന്ന് തന്നാൽ ഒന്നാമത്തെ സംഖ്യ 5 എന്നും രണ്ടാമത്തെ സംഖ്യ 6 എന്നും അല്ല അർത്ഥം. ഓക്കെ അല്ലേ? അത് മൈൻഡിൽ വെക്കുക. കാരണം 2 സംഖ്യകളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് ഈ പറയുന്ന റേഷ്യോ രൂപത്തിൽ നമ്മൾ എഴുതുക. ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്.
റേഷ്യോ തന്നിട്ട് അല്ലെങ്കിൽ അംശബന്ധം തന്നിട്ട് യഥാർത്ഥ സംഖ്യയിലേക്ക് പോവാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അംശബന്ധത്തെ മാറ്റി സംഖ്യയിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ, ഈ റേഷ്യോയിലെ ഓരോ ടേമിനെയും, എത്ര ടേം വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആ റേഷ്യോയിലെ ഓരോ ടേമിനെയും ഒരേ സംഖ്യ കൊണ്ട് തന്നെ വേണം ഗുണിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ A:B എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. അവിടുന്ന് നമ്പർ പറയാൻ പറഞ്ഞാൽ ഈ പറയുന്ന എയിലെയും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കും. എക്സ് കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിച്ചോ. എയിനെ എക്സ് കൊണ്ട് ഗുണിച്ചെങ്കിൽ ബിനെയും അതേ എക്സ് കൊണ്ട് ഗുണിക്കണം. ബിനെയും അതേ എക്സ് കൊണ്ട് ഗുണിക്കണം. അതേ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ എല്ലായിടത്തും വെക്കണം. ഇവിടെ എത്ര കൊണ്ട് ഗുണിക്കണം എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. 5:6 ആണ്. അപ്പൊ സപ്പോസ് നമ്മൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 5 ഇൻറ്റു ഏതോ ഒരു സംഖ്യ. ഇപ്പൊ ഞാൻ രണ്ടെടുത്ത് കൊണ്ട് വിചാരിക്കാം. 5നെ 2 കൊണ്ട് ഗുണിച്ചു, 6നെ 2 കൊണ്ട് ഗുണിച്ചു. വേറെ ആൾക്ക് വേണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കാം, വേറെ ആൾക്ക് 20 കൊണ്ട് ഗുണിക്കാം, വേറെ ആൾക്ക് 100 കൊണ്ട് ഗുണിക്കാം. അപ്പൊ എത്ര സംഖ്യ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് സംഖ്യകളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എക്സ് ഇട്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ഒന്നാമത്തെ സംഖ്യ 5 ഇൻറ്റു എക്സ് 5x ആയിരിക്കും. ഒന്നാമത്തെ സംഖ്യ എത്രയാണ്? 5 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 5x ആയിരിക്കും. അതുപോലെ രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് 6x ആയിരിക്കും. 6 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 6x ആയിരിക്കും. ഇനി പറ, രണ്ട് സംഖ്യകളുടെ തുക എത്ര തന്നിട്ടുണ്ട്? 44. അതായത് രണ്ട് സംഖ്യയുടെ കാര്യമായിട്ടാണ് നമ്മൾ 5x 6x എടുത്തത്. 5x പ്ലസ് 6x എന്ന് പറയുന്നതാണ് എത്ര? 44. അതായത് 11x എന്ന് പറയുന്നതിന് 44. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 44/11 4 ആയിരിക്കും. ഇത്രയും പോയിന്റ് സെറ്റ് ആവും. അതായത് ഈ പറയുന്ന സംഖ്യയിൽ നിന്ന് അല്ലെങ്കിൽ ആ റേഷ്യോയിൽ നിന്ന് സംഖ്യയിലേക്ക് എത്താൻ ഏത് നമ്പർ കൊണ്ട് നമ്മൾ എക്സ് കൊണ്ട് ഗുണിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ എക്സിന്റെ സ്ഥാനത്ത് ആർക്കേ വരാൻ പറ്റുള്ളൂ? 4 വരാൻ പറ്റുള്ളൂ എന്ന് വേണ്ട. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? ഒന്നാമത്തെ സംഖ്യ നമ്മൾ വിളിച്ചത് 5x. അപ്പൊ 5 ഇൻറ്റു 4 20. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്ന 6x ആയിരിക്കും. അതായത് 6 ഇൻറ്റു 4 24 എന്നുള്ളതായിരിക്കും. 6 ഇൻറ്റു 4 24 എന്നുള്ളതായിരിക്കും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ എ 20ഉം 24ഉം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ നമ്പർ എ 20, 24 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു ടോപ്പിക്